നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ ചെന്താരകം മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റുണ്ടാകാൻ സാധ്യതയില്ല. ജയരാജന് മത്സരിക്കാൻ പറ്റിയ സീറ്റുകളൊന്നും കണ്ണൂർ ജില്ലയിൽ ഇല്ല എന്നുള്ള വിലയിരുത്തലിലാണ് CPM. ഇതോടുകൂടി പി ജയരാജൻ ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ആ പൊട്ടിത്തെറിക്കലിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദൻ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയതിൻ്റെ പേരിൽ ഇല്ലാത്ത പുകില് മുഴുവൻ പി ജയരാജൻ ഉണ്ടാക്കിയതത്രേ. ജയരാജന് കണ്ണൂർ ജില്ലയിൽ വീണ്ടും ഒന്നുകൂടി മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 2019 ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹം മത്സരിച്ചു. പക്ഷേ K മുരളീധരനോട് പരാജയപ്പെട്ടു. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കണം, മന്ത്രിയാകണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ശരി, ധീരവിപ്ലവകാരിയാണെങ്കിലും ചെന്താരകമാണെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെങ്കിൽ അതാർക്കും പുളിക്കില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒന്ന് മന്ത്രിയായ കൊള്ളാമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 2021 പി ജയരാജന് പിണറായി വിജയൻ സീറ്റ് കൊടുത്തില്ല. എന്നാൽ ഇനി 2026 സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. ഇനി 2026 എങ്ങാൻ പിണറായി മൂന്നാം ഭരണം വന്നാൽ തനിക്ക് മന്ത്രിയാകാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹവും അദ്ദേഹം മനസ്സിൽ അടക്കി വച്ചിരുന്നു. കാരണം ഇപ്പോൾ ഇനി കണ്ണൂർ ജില്ലയിൽ അദ്ദേഹമാണ് സീനിയർ. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചാൽ മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് അല്ലെങ്കിൽ ലഭിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ ഇത്തവണയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പി ജയരാജന് സീറ്റ് കൊടുക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതായാണ് വിവരം. അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ MV ഗോവിന്ദനെതിരെ ഒരു കാരണമുണ്ടാക്കി ജയരാജൻ പൊട്ടിത്തെറിച്ചതത്രേ. MV ഗോവിന്ദനല്ല, കണ്ണൂരിലെ എല്ലാ നേതാക്കളും ജ്യോതിഷികളെ കാണാൻ പോകാറൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണ സംഭവമാണ്. അതൊന്നും ഇത്ര വലിയ കാര്യമാക്കി ആരും എടുക്കാറില്ല. എന്നാൽ ഇവിടെ MV ഗോവിന്ദൻ പോയതിനെ അത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള പ്രചരണവുമായി പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരികയായിരുന്നു. അത് പുറത്തറിയുകയും ആകെ നാണക്കേടാവുകയും ചെയ്തതോടെ പതിയെ ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ അകന്നു. കാരണം നേരത്തെ EP ജയരാജനെതിരെ വൈദേകം റിസോർട്ടിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ MV ഗോവിന്ദൻ്റെ അടുത്ത ആളായിരുന്നു പി ജയരാജൻ. MV ഗോവിന്ദനാണ് പി ജയരാജനെ കൊണ്ട് EP ജയരാജൻ്റെ മകൻ്റെ റിസോർട്ടിനെതിരെ ആരോപണം ഉന്നയിപ്പിച്ചത് എന്നുപോലും CPM സംസാരമുണ്ട്. എന്നാൽ തനിക്ക് നിയമസഭാ സീറ്റ് തരില്ല എന്ന് മനസ്സിലായപ്പോൾ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് നിയമസഭാ സീറ്റ് നമ്മുടെ ഗോവിന്ദ മാഷ് തരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പി ജയരാജൻ്റെ കൺട്രോൾ പോയി. അങ്ങനെയാണ് അദ്ദേഹം MV ഗോവിന്ദനെതിരെ തിരിഞ്ഞതും ഈ പറയുന്ന പോലെ ജ്യോതിഷനെ കാണാൻ പോയത് വലിയൊരു വിഷയമാക്കി മാറ്റിയെടുത്തതും. ഏതായാലും ഇനി പി ജയരാജന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുണ്ടാകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കാരണം പിണറായി വിജയനും MV ഗോവിന്ദനും താല്പര്യമില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എവിടെ നിന്ന് സീറ്റ് കിട്ടാൻ? അങ്ങനെ സീറ്റ് കിട്ടില്ല, സീറ്റ് ഇവർ തരില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം MV ഗോവിന്ദനെതിരെ വെടിപൊട്ടിച്ചത് എന്നാണ് CPM ചില നേതാക്കൾ, രണ്ടുപേരോടും താല്പര്യമില്ലാത്ത കണ്ണൂരിലെ ചില നേതാക്കൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പി ജയരാജൻ ചെന്താരകം, പി ജയരാജൻ മഹാവിപ്ലവകാരി ഏറെക്കുറെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒതുക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന് വരും തെരഞ്ഞെടുപ്പിലും നിയമസഭാ സീറ്റ് ലഭിക്കില്ല. ഒരേ ഒരു തവണ MLA ആകാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിധി എന്നാണ് അവർ പറയുന്നത്. 2001 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പി ജയരാജൻ MLA ആയത്. അതിനുശേഷം അദ്ദേഹം മത്സരിച്ചിട്ടില്ല. പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റിൽ നിന്നും അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി അനുമതി നൽകുകയില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്.